ഇച്ഛാശക്തി, വാക്ശക്തി, ക്രിയാശക്തി എന്നീ 3 ശക്തികളാണ് ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്നത്. ക്രിയാശക്തി, ഹോമം, കുണ്ടലിനി യോഗ, താന്ത്രികപരമായ കാര്യങ്ങൾ മുഖേന നിഗ്രഹവും അനുഗ്രഹവും സാധിക്കുന്നു. ഇതിന് ഈശ്വരനുമായി യാതൊരു ബന്ധവുമില്ല. തന്ത്രത്തിൽ കൂടിയും ക്രിയായോഗത്തിൽ കൂടിയും പല കാര്യങ്ങളും സാധിക്കും. പക്ഷേ ഇതെല്ലാം താൽക്കാലികമായി മാത്രമേ നമുക്ക് പല കാര്യങ്ങളും നേടാൻ സാധിക്കുകയുള്ളൂ. വാക്ശക്തി, നമ്മുടെ വാക്കാണ് ശക്തി. ഉപദേവതമാരെയാണ് ഇതിനു ആരാധിക്കേണ്ടത്. ചിലർ പറയുന്ന കാര്യങ്ങൾ അതേപോലെ നടക്കും. അവരെ നമ്മൾ കരിനാക്ക് എന്ന് വിളിക്കാറുണ്ട്. നാവിൽ ഗുളികൻ എന്നും പറയാറുണ്ട്. വാക്ശക്തി കിട്ടാൻ സരസ്വതി ദേവിയുടെ അനുഗ്രഹം വേണം. അത് ലഭിക്കാത്തവർ ദുർദേവതകളെയും യക്ഷി, ഗന്ധർവൻ, ബ്രഹ്മരക്ഷസ്, തെയ്യങ്ങൾ എന്നീ വാക്ശക്തിയുള്ള ദേവതകളെ ആരാധിച്ചു ശക്തി നേടുന്നു. ഇത്തരം ദേവതകൾക്ക് ഒരു ശരീരത്തിന്റെ മാധ്യമത്തിൽ കൂടി മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കൂ. യക്ഷിയുടെയും ബ്രഹ്മരക്ഷസിന്റെയും ശാപത്തെപ്പറ്റിയും നമുക്കറിയാം. ഇവർക്ക് വാക്ശക്തി കൊണ്ട് ഒരാളെ നിഗ്രഹിക്കാനും അനുഗ്രഹിക്കാനും ശക്തിയുണ്ട്. മന്ത്രവാദികൾ ഇത്തരം ദേവതകളെ ഉപാസിച്ചു ശരീരത്തിൽ കയറ്റി വാക്കുശക്തി കൊണ്ട് ഒരാളെ നിഗ്രഹിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. ഇത്തരക്കാർ മന്ത്രം ചൊല്ലിയോ വാക്കുകൊണ്ടോ ഒരാൾ നശിച്ചു പോവട്ടെ എന്ന് പറഞ്ഞാൽ അതുപോലെ സംഭവിക്കും. ഇച്ഛാശക്തി, ഇത് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാനുള്ള ശക്തിയാണ്. ദേവന്മാരെയാണ് ആരാധിക്കേണ്ടത്. നമ്മുടെ മനസ്സിനാണ് ശക്തി കിട്ടേണ്ടത്. എന്നാലേ നമ്മുടെ ആഗ്രഹങ്ങൾ നമുക്ക് സാധിക്കൂ. നമ്മുടെ മനസ്സിൽ വേറെ ആരുടെയും ചിന്ത വരാതെ ഈശ്വരനെ ആരാധിക്കുക എന്നതാണ് ചെയ്യേണ്ടത്. നമ്മുടെ മനസ്സിൽ നെഗറ്റീവ് എനർജിയുള്ള ആൾ ആണ് ഉള്ളതെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കില്ല. വിചാരിക്കുന്ന കാര്യങ്ങൾ നശിച്ചു പോകും. നമ്മുടെ ആഗ്രഹങ്ങൾ ചിലപ്പോൾ ഭാവിയിൽ നമുക്ക് നാശം വരുത്താൻ സാധ്യതയുള്ളതുകൊണ്ട് ഈശ്വരൻ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ് ചെയ്തു തരിക എന്നത് പ്രത്യേകം ഓർക്കണം. ഇതാണ് ഈശ്വരന്റെ ശരിയായ ആരാധന. ചില ജ്യോതിഷികളെയും സ്വാമിമാരെയും തന്ത്രിമാരെയും പ്രഭാഷണം ചെയ്യുന്ന ആളെയും കണ്ടാൽ നമുക്ക് തോന്നും അവർ ഈശ്വരന്റെ അടുത്ത ആൾക്കാരാണെന്ന്. അത് തെറ്റാണ്. ഭക്തിയിലൂടെ മാത്രമേ ഈശ്വരനുമായി ബന്ധമുണ്ടാവൂ.